പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പൂ എന്നാ പൂവാണ്? എന്നാ പൂവാണത്? വലിയാണ്. എന്നാ പൂവാണ്? പൂവിൻ്റെ പേരറിയാവാ? ഈ പൂവിൻ്റെ പേരറിയാവാ? അറിയാൻ മേലേ? ഒച്ചോ വാടാമുല്ല. അറിയാവോ എന്നാ പേരാണ്? വാടാമുല്ല. എന്തിനുള്ളതാണത്? അത്തയിടാനാണോ? നീ അത്തയിടുവാ? എങ്ങനെ അത്തയിടണ? മാവേലി വരുമ്പോ മാവേലിയോട്ട് പോവുക ഇല്ലേ? മാവേലി ഇഷ്ടമാണോ? ഓണം ഇഷ്ടമാണോ? ഓണപ്പൂക്കൾ ഇഷ്ടമാണോ? അത്തം ഇഷ്ടമാണോ? എല്ലാം ഇഷ്ടമാണോ? എന്നാൽ നമുക്ക് ഓണത്തിനുള്ള പൂ പറിക്കാം കേട്ടാ. ഓണത്തിന് പറിക്കാം. നമ്മൾ വലിയൊരു പ്ലോട്ട്, ആ പ്ലോട്ടിൽ മൊത്തത്തിൽ 30,000-ഓളം വരുന്ന ചെടികൾ നട്ടു. അതിൽ 25,000-ഓളം വരുന്ന ചെണ്ടുമല്ലിയും 5,000-ഓളം വാടാമുല്ലയാണ് നട്ടിട്ടുള്ളത്. 30 ദിവസം കഴിഞ്ഞ് വാടാമുല്ല നട്ടിട്ട് വാടാമുല്ല എല്ലാം മൊട്ടായി. കണ്ടാ നോക്കിക്കേ, ഈ വാടാമുല്ലപ്പൂ നന്നായിട്ട് വിടരാൻ തുടങ്ങി. അതായത് വാടാമുല്ലയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചെനപ്പ് കൂട്ടും. ചെറിയ എന്തിൽ തന്നെ ചെനപ്പ് വന്നിട്ടുണ്ടാകും. നമുക്ക് ഈ ചെനപ്പ് എത്ര ഞാനൊരു തമാശയാണ്, അങ്ങനെ എത്ര ചെനപ്പുണ്ടോ നമുക്ക് നോക്കാം. ഇത് കണ്ട 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23. അതായത് ഏകദേശം 23 ചെനപ്പോളം, 23-25 അടുത്തോളം ചെനപ്പുണ്ട്. ഇച്ചിരി വലുതാകുമ്പോൾ വീണ്ടും ചെനപ്പ് കിട്ടും. 50-100 ഇടക്ക് ചെനപ്പ് നമ്മുടെ ഈ പൂവ് ആകുമ്പോൾ ഒരു കുറഞ്ഞത് 90 ദിവസം ആകും. അപ്പോൾ അതിൽ നിന്നാണ് ഓരോ പൂക്കളുണ്ടാകുന്നത്. അപ്പോൾ പൂക്കൾ ഒരുപാടുണ്ടാകും. അപ്പം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പല പൂവുണ്ട്. ഇത് കണ്ട, ഇനി പുറത്ത് കണ്ട ഒരു ഇതള്, ആ ഒരു ഇതളിൽ നിന്ന് ഒരു പൂ ഇവിടെ വളർന്നു, അടുത്ത പൂ ഇവിടെ ആകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഇടലിൻ്റെ ഇടക്കൂടി ഇത് അടുത്തത് വരുന്നു. കണ്ടോ? അപ്പോൾ ഒരേ ഇലക്ക് ഒരു പൂ വെച്ചുണ്ടാവും. അതായത് വാടാമുല്ലപ്പൂ മാർക്കറ്റിൽ ഓണത്തിന് എന്ന് പറയുന്നത് 300-400 രൂപയാണ് വില. അപ്പം നമുക്കിവിടെ നമ്മുടെ ബന്ദിപ്പൂവിനോടൊപ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു പൂവാണിത്, വാടാമുല്ലപ്പൂ. ആ വാടാമുല്ലപ്പൂ പൂവായി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ സന്തോഷമാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. വാടാമുല്ലപ്പൂ അതിൻ്റെ വിശേഷങ്ങളോടൊപ്പം തന്നെ നമുക്ക് ബന്ദിയെക്കുറിച്ചൊന്ന് പറയാം. ബന്ദി ഇവിടെ നട്ടിട്ട് ഏകദേശം 20 ദിവസം കഴിഞ്ഞു. 20 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ബന്ദിയുടെ വളർച്ച ഒരു പരിധി വരെ ആയിട്ടുണ്ട്. ചെനപ്പുകളൊക്കെ മുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ? 30-ൻ്റെ അന്ന് ഈ ബന്ദികളുടെ എല്ലാത്തിൻ്റെ ചെനപ്പ് നുള്ളി കൊടുക്കും. അങ്ങനെ നുള്ളി കൊടുത്താൽ മാത്രമേ, ചെനപ്പ് നുള്ളി കൊടുത്താൽ ഒരുപാട് ശിഖരങ്ങളുണ്ടാകും. ആ ശിഖരങ്ങൾ കൂടുതൽ വരുമ്പോൾ കൂടുതൽ പൂക്കളുണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഇപ്പോൾ നമ്മൾ നടത്തും. ഓണത്തിന് കളറാക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും 4 തരം ചെണ്ടുമല്ലിയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് 4 കളറ്? മഞ്ഞയുണ്ട്, ഓറഞ്ചുണ്ട്, വെള്ളയുണ്ട്, പിന്നെ ഒരു കളറുണ്ട്. ആ കളർ എന്താ? കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളാണ് കൃഷി ചെയ്യാൻ പോകുന്നത്. ആ കളർ ഏതാണ്? കളർ അറിയാവാ? അറിയില്ല. ആ കളർ നമ്മൾ റെഡ്, അതായത് ചെണ്ടുമുല്ലയിൽ റെഡ് കളറ്, ആ റെഡ് കളർ കൂടി നമ്മൾ ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെണ്ടുമുല്ലയിൽ 4 കളറ്, അത് കൂടാണ്ട് വാടാമുല്ല 1 കളറ്, അതോടൊപ്പം തന്നെ സൂര്യകാന്തി ഉണ്ടാകും. നമ്മുടെ ഫേവറേറ്റ്, നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്ത, കേരളത്തിലൊരു കർഷകൻ ആദ്യമായിട്ട് കൃഷി ചെയ്ത ഒരു ഇനമുണ്ട്. എന്താണ്? തുമ്പപ്പൂ. തുമ്പപ്പൂ ആരാ കൃഷി ചെയ്ത്? കേരളത്തിൽ ആദ്യമായിട്ട് കൃഷി ചെയ്ത് ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് തുമ്പപ്പൂവും കൃഷി ചെയ്തു. അങ്ങനെ തുമ്പപ്പൂവും വാടാമുല്ലയും ചെണ്ടുമല്ലിയും സൂര്യകാന്തി അടങ്ങിയ ഒരു വലിയൊരു പ്ലോട്ട്. ഓണം ആഘോഷിക്കാൻ എല്ലാ തരത്തിലും വരാനും സെൽഫി എടുക്കുവാനും ഫോട്ടോ എടുക്കുവാനും റീൽസ് എടുക്കുവാനും ഒക്കെ ഉതകുന്ന വലിയൊരു തോട്ടം. 2.5 ഏക്കറിലായിട്ട് 30,000-ഓളം വരുന്ന തൈകൾ നട്ട് ഈ ഓണത്തെ കളറാക്കാൻ, കഞ്ഞിക്കുഴി കളറാക്കാൻ ഞാനും ഉണ്ടാകും, കൂടെ ഉണ്ടാകണം. നമുക്ക് പൂക്കൃഷിയുടെ മറ്റൊരു വിശേഷങ്ങളുമായി, അതായത് ഈ പൂക്കുട്ടിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടുത്തൊരു വീഡിയോ കൂടി നമുക്കിടാം. അപ്പം എല്ലാവർക്കും ബൈ.